നാട്ടിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഉത്സവമൊക്കെ കണ്ടിട്ട് വന്നു തുടങ്ങിയത് 6 മണിയായി. അനിയത്തിയുടെ മൂത്ത മകളുടെ ഋതുമതി ചടങ്ങാണെന്ന്. തെരണ്ട് കല്യാണം, കുഞ്ഞിക്കല്യാണം, ഋതുമതി ആഘോഷം, അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന ഒരു ചടങ്ങാണിത്. നമ്മുടെ നാട്ടിൽ ഹിന്ദു ആചാരപ്രകാരം പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പം അമ്പലത്തിൽ നിന്ന് പോറ്റി വന്ന് ഇതുപോലെ പൂജയൊക്കെ നടത്തിയിട്ട് കുംഭം ജപിച്ച് തലയിലൊഴിച്ച് അങ്ങനെയുള്ളൊരു പ്രത്യേകതരം ചടങ്ങാണ്. അച്ഛൻ്റെ കുടുംബക്കാർ ഓൾമോസ്റ്റ് എല്ലാവരും തമിഴ്നാട് ബേസ്ഡ് കമ്പനിയാണ്ട് കൂടുതൽ ചടങ്ങും തമിഴ്നാട്ടിലെ പോലെയൊക്കെയാണ്. ഒരു ചെറിയൊരു കല്യാണം പോലെ തന്നെയാണ്. നമ്മുടെ ബന്ധുക്കളെയും നാട്ടുകാരെല്ലാവരെയും വിളിച്ച് സദ്യയൊക്കെ കൊടുത്ത് അങ്ങനെ ചെറിയൊരു ആഘോഷം. ഇതാണ് അനിയത്തിൻ്റെ മകൾ അനാമിക. നമ്മളെല്ലാവരും പൊന്നു എന്ന് വിളിക്കും. ഈ ചടങ്ങിന് മുന്നേ ഇന്ന് കോർഡിനേറ്റ് ചെയ്യേണ്ടത് കൊച്ചിൻ്റെ മാമിയാണ്. അതായത് എൻ്റെ വൈഫ് ചിപ്പിയാണ് ഈ ചടങ്ങെല്ലാം മുന്നേ നിന്ന് ചെയ്യേണ്ടത്. ഞാൻ ലീവിന് വന്ന സമയമുണ്ട്, എനിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാനിരുന്ന കുറേ ബന്ധുക്കളെയും നാട്ടുകാരെയൊക്കെ കാണാൻ പറ്റി. എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും വിളിച്ച് നടത്തിയ ഒരു പരിപാടി ഇതായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകളിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് അമ്മാമ്മമാരും അപ്പൂപ്പന്മാരൊക്കെയാണ്. ഗുണവധികാരത്തിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു രസമാണ്. എല്ലാവരൊക്കെ ചേർന്നിരുന്ന് കുറേ കള്ളക്കഥകളും തള്ളുകളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട്. അന്നും ഇന്നും എന്നും നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളെ കൂടെ വയ്ക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും നാട്ടിൽ. അങ്ങനെയുള്ളവരായിരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ മുന്നിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരോടൊക്കെ നമുക്ക് എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ചിരിച്ച് സംസാരിക്കുമെങ്കിലും തിരിഞ്ഞു നിൽക്കുമ്പോൾ തെറി വിളിക്കുന്ന ആൾക്കാരാണ്. അവരുടെ സന്തോഷം അതാണല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ചിരിച്ചുകൊണ്ടങ്ങ് സംസാരിക്കുക. മുഖത്തും കയ്യിലും കാലിലൊക്കെ മഞ്ഞയൊക്കെ തേച്ചിട്ട് പോറ്റി ജപിച്ച കുംഭകട ഒഴിച്ച് കുളിപ്പിക്കലാണ് ഈ ചടങ്ങ്. കൊച്ചിൻ്റെ അമ്മായിമാരെല്ലാം ഒഴിച്ച് കുളിപ്പിച്ചതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അമ്മയാണ് കുളിപ്പിക്കുന്നത്. പൊന്നൂൻ്റെ അച്ഛൻ നാട്ടിലില്ല, ഖത്തറിലാണ്. അപ്പോൾ അമ്മാവൻ്റെ സ്ഥാനത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് ചെയ്യേണ്ടത് ഞാനാണ്. കൊച്ചിൻ്റെ അമ്മാവനെന്ന രീതിയിൽ പ്രഹസനം കാണിക്കാൻ പറ്റിയ അവസരമായതുകൊണ്ട് നമ്മളും ഒന്നിനും ഒരു കുറവും വരുത്തില്ല. എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മഞ്ഞ തേച്ച് കുളിപ്പിച്ചതിന് ശേഷം റെഡിയായി പട്ടുപ്പാവടൊക്കെ ഇട്ട് പോറ്റിയിട്ട് എന്ന് പ്രസാദം ചന്ദനമൊക്കെ മേടിച്ചതിന് ശേഷം ഇനിയുള്ള ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കൊടുക്കലാണ്. കുംഭം ജപിച്ചൊഴിച്ച് കുളിപ്പിച്ചത് വീടിൻ്റെ പുറത്താണ്. അത് കഴിഞ്ഞ് മധുരം കൊടുക്കുന്നത് വീട്ടിനുള്ളിൽ ഹാളിൽ വെച്ചിട്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സും പിന്നെ മധുരപലഹാരങ്ങളും കുറുക്കും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ മധുരം കൊടുക്കൽ ചടങ്ങ്. ആദ്യം മധുരം കൊടുക്കുന്നത് കൊച്ചിൻ്റെ അമ്മായിയായ ചിപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ആഘോഷമായിട്ട് നടത്തുന്നത് കൂടുതലും തിരുവനന്തപുരം ജില്ലയിലാണെന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ള ജില്ലയിലെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പം അവരൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. മധുരം കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കലാണ്. എല്ലാവർക്കും അവർക്ക് കഴിയുന്നത് പോലെയുള്ള ആഭരണങ്ങളും ഡ്രസ്സും അങ്ങനെയുള്ള ഓരോ ഗിഫ്റ്റ് ആയിരിക്കും ഓരോരുത്തരും കൊടുക്കുക. എൻ്റെ കൂട്ടുകാരന്മാരും ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു. രാവിലത്തെ ഋതുമതി ആഘോഷം കഴിഞ്ഞിട്ട് വൈകുന്നേരം അന്നുവിൻ്റെ ബർത്ത്ഡേ പരിപാടി ഉണ്ടായിരുന്നു. അനിയത്തിയുടെ എല്ലാ മകളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.